നമസ്കാരം. ചൈനയിൽ കഴിഞ്ഞ ദിവസം ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവത്തിൻ്റെ ചുരുളഴിയുന്നു. ഒരു 62-കാരനാണ് അയാളുടെ വാഹനം ഇടിച്ചു കയറ്റി 35ഓളം പേരെ കൊന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഫാൻ എന്ന് വിളിപ്പേരുള്ള 62-കാരനായിരുന്നു അപകടമുണ്ടാക്കിയ SUV മോഡലുള്ള വാഹനം ഓടിച്ചിരുന്നത്. സ്റ്റേഡിയത്തിലെ ബാരിക്കേഡ് തകർത്ത് ഇയാൾ SUV ഇടിച്ചു കയറ്റുകയായിരുന്നു. വൃദ്ധരും കുട്ടികളുമടക്കം ഒട്ടേറെ പേർ അവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. 43-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്പോർട്സ് സെൻ്ററിലെ സ്റ്റേഡിയത്തിൽ വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കൂട്ടത്തിലേക്കാണ് ഇയാൾ വാഹനം ഇടിച്ച് കയറ്റിയത്. ജുഹായിൽ വ്യോമസേനയുടെ എയർ ഷോ നടക്കുന്നതിന് ഒരു ദിവസം മുന്നോടിയായിട്ടാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. എയർ ഷോ കാണാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു. അപകടത്തിന് ശേഷം ഫാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. കൂടാതെ ഇയാൾ സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. പോലീസ് പിടികൂടിയപ്പോഴേക്കും ഇയാൾ അബോധാവസ്ഥയിലായി. ആശുപത്രിയിൽ കഴിയുന്ന ഇയാൾ ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് ഫാൻ വിവാഹമോചിതനായത്. സ്വത്ത് പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധിയിൽ ഇയാൾ അതൃപ്തനായിരുന്നു എന്നും അതിൻ്റെ ദേഷ്യമാണ് ആക്രമണത്തിന് കാരണമെന്നുമാണ് പറയപ്പെടുന്നത്. അപകടത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അവയിൽ ഭൂരിഭാഗവും സർക്കാർ നീക്കം ചെയ്തു എന്നാണ് കരുതപ്പെടുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകണമെന്നും കുറ്റവാളിയെ കർശനമായി ശിക്ഷിക്കണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൈന പോലെയുള്ള വളരെ കർശനമായ നിയമവ്യവസ്ഥകൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അപകടത്തിന് തൊട്ട് പിന്നാലെ അവിടെ ആകെ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ പരിക്കേറ്റവരൊക്കെ തന്നെ പലരും ഗുരുതരമായ അവസ്ഥയിലാണ് എന്നും കരുതപ്പെടുന്നു. ആളുകൾ സ്ഥിരമായി വ്യായാമത്തിനെത്തുന്ന ഈ സ്ഥലത്തേക്ക് ഒരിക്കലും വാഹനങ്ങൾ എത്താറില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യം ശ്രദ്ധിക്കാതെ തന്നെയായിരുന്നു എല്ലാവരും അവരവരുടെ വ്യായാമങ്ങളിൽ മുഴുകിയിരുന്നത്. പെട്ടെന്നാണ് അപ്രതീക്ഷിതമായി ഇയാൾ ബാരിക്കേഡ് ഇടിച്ച് തകർത്തുകൊണ്ട് വാഹനം ഇവിടേക്ക് ഓടിച്ച് കയറ്റിയത്. എയർ ഷോ നടക്കുന്നത് പ്രമാണിച്ച് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു എക്സറൈസിനുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ പലരും ഇവിടേക്ക് രാവിലെ എത്തി വ്യായാമങ്ങളിൽ മുഴുകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരിച്ചവരിൽ പലരും ആരാണെന്നുള്ള കാര്യവും ഇനിയും തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കൊല്ലപ്പെട്ടവരെല്ലാവരും ആ നഗരത്തിൽ താമസിക്കുന്നവരല്ല എന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.